വീണ്ടും ഒരു കേരള ക്രൈം ഫയൽ സീസൺ. കേസിൽ പിന്നെയും കുറച്ചും കൂടി ഒരു ലീനിയർ ഇൻവെസ്റ്റിഗേഷനാണ്, ഒരു പ്രതിയെ അന്വേഷിച്ചുള്ളൊരു യാത്ര. എനിക്ക് കൂടുതലും അതിലെ ഡയലോഗ് ഷിജുവിനെ കണ്ടുണ്ടോ, ഷിജു കണ്ടോ, ഇതിലതല്ല. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. കാര്യം കിഷ്കിണ്ടാകാരൻ കഴിഞ്ഞിട്ട് ബാഹുല എഴുതുന്ന ബാഹുലൊക്കെ എന്ന് പറഞ്ഞാൽ ബാഹുലിന്റെ ഡയലോഗുകൾ വളരെ പ്രയാസമാണ് പറയാൻ. താൻ എവിടെ പോകാന്ന് ചോദിക്കാമല്ലോ. ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ അതിലും കോംപ്ലക്സ് ആയിട്ടാ ബാഹുലി ചോദിക്കുക. ഇപ്പോൾ ലാൽ സൽമാൻ ഇത്ര സെലിബ്രേറ്റഡ് സീനിയർ ആക്ടറാണ്. പുള്ളിയുടെ സൗണ്ടിനെ കുറിച്ച് കുറെ ഇങ്ങനെ മീംസും ട്രോൾസും ഒക്കെ വരാറുണ്ട്. സാറായിട്ട് ഭയങ്കര ഫണ്ണായിട്ടാണ് കാണുന്നത്. ഇപ്പൊ എക്സാമ്പിൾ സാറ് ഡബിന് വരുമ്പോൾ സാറ് പറഞ്ഞ ഡയലോഗിനെ കേട്ടിട്ട് ഞാൻ ദൂരത്തേടെ പറഞ്ഞേ ഇങ്ങനെ സാറ് പറയും. ഡയറക്ടർ പ്രൊഡ്യൂസർ ആയപ്പോഴത്തേനും നല്ല പ്രൊഡക്ഷൻ. ഇടയ്ക്ക് കടം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹരിശേഷൻ ചേട്ടൻ ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് ഇതിൽ. ഈ ഹരിശേഷൻ ചേട്ടൻ്റെ ലുക്ക് മാറ്റണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. താടി എടുക്കണമെന്ന് ഫോഴ്സ്ഫുള്ളി തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ അർജുനോട് വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛനെ ഒരു ഇതിനുണ്ട്, അപ്പോൾ എനിക്ക് താടി എടുക്കണം, അമ്മതൊക്കെ എന്തെങ്കിലും ചെയ്തു ഉറപ്പായിട്ട് വന്ന് പറഞ്ഞോ, ചെയ്യിക്കുക, ഒരു പ്രശ്നമില്ലാതെ. ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനായി പോയത് ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്തപ്പോൾ എൻ്റെ ആംഗ്രി ഇങ്ങനെയായിരുന്നു. അവൻ പറയുന്നത് സത്യമാണ്. ലവ് ആക്ഷൻ കൂടെ കഴിഞ്ഞോടെ നമ്മൾ അടിച്ച് പരത്തി ഒരാളുടെ ക്ഷമയെ പോളിഷ് ചെയ്ത് ആൾ തന്നെ മാറിപ്പോകും. സിനിമയുടെ റിസൾട്ട് ബോദർ ചെയ്യാറില്ല. ഓരോ ദിവസവും ദിൽ ബി സം ഓർ അതർ ഒരു ലേണിംഗ് ഒരു ആക്ടറിനുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഷോട്ടിന് മുന്നേ ഈ തൊപ്പി ഇച്ചിരി പൊക്കി വെക്കണം, ലൈറ്റ് കിട്ടാൻ ബെറ്റർ ആണെന്ന് അദ്ദേഹം പറയുന്നത് തൊട്ട് അത് ആദ്യത്തെ സിനിമ തൊട്ട് കേൾക്കുന്നത്. എന്നിട്ടും തെറ്റിക്കുന്നില്ലേ? അത് കൊള്ളായിരുന്നു, അത് കളയണ്ട. മലയാളത്തിലെ ആദ്യത്തെ വെബ് സീരീസ് ആൻഡ് മലയാളത്തിലെ ആദ്യത്തെ സെക്കൻഡ് സീസൺ ഓഫ് ദ വെരി സെയിം വെബ് സീരീസ്. അതിൻ്റെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ ആൻഡ് ലീഡ് ആക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM അജ് ബ്രോ ആൻഡ് അഹമ്മദ് കബീർ. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. സോ വീണ്ടും ഒരു ജൂൺ, വീണ്ടും ഒരു കേരള ക്രൈം ഫയൽ സീസൺ. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഭയങ്കര സന്തോഷമുണ്ട്. ഷൂട്ട് ഒരു വർഷം മുമ്പേ കഴിഞ്ഞതാണ്. അപ്പം ഇത് ഇറങ്ങാനൊരു ഡിലേ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം കറങ്ങി തിരിഞ്ഞ് ജൂണിൽ ഇത് റിലീസാവും. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. കറക്റ്റ്. അതെ, സെയിം മന്തിൽ തന്നെ വന്നത്. എന്താ അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ സംഭവിച്ചു. എന്താ ജൂൺ മാസത്തോടെ എന്തെങ്കിലും പ്രത്യേകത ഇഷ്ടമല്ലോ ഉണ്ടോ? ഫസ്റ്റ് പടം അല്ല അതുണ്ട്, പക്ഷെ റിലീസാണല്ലോ കഴിഞ്ഞ ഇത് ജൂണിൽ തന്നെ ആയിരുന്നു. പേര് ഫസ്റ്റ് സിനിമ ജൂൺ. ജൂൺ എഴുതിയ സമയത്ത് പെണ്ണിന്റെ ക്യാരക്ടറിന്റെ പേര് വേണമെന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ആദ്യത്തെ സീൻ ജൂൺ 1 എഴുതി വെച്ചത്. അപ്പോൾ എല്ലാം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പം പിന്നെ വെളിയിലൊക്കെ പെണ്ണുങ്ങൾ ജനിക്കുമ്പം, അതായത് ഏത് മാസത്തിൽ ജനിക്കുന്ന അത് ഇടുന്ന ഒരു കൾച്ചർ ഉണ്ടെന്ന് അങ്ങനെ ഇട്ടത്. പിന്നെ ജൂണും സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട്. സോ ജൂൺ സ്പെഷ്യലാണ്. സോ അജുബ്രോ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാറില്ല, എൻ്റെ ക്യാരക്ടർ എന്താണോ അത് മാത്രമേ ഞാൻ ചോദിച്ച് മനസ്സിലാക്കാറുള്ളൂ എന്ന്. എപ്പോൾ തൊട്ടാണ് അല്ലെങ്കിൽ ഏത് സിനിമ തൊട്ട് അത് മാറി തുടങ്ങിയത്? മാറിയിട്ടില്ല, ഇപ്പോഴും തന്നെയാണോ? അതെ. KCF 1 ഉം 2 ഉം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല ശരിക്കും. ഇപ്പം ഞാൻ കഥ എന്താണെന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ അതിൽ ഒരു രീതിയിലുള്ളൊരു ഡയറക്ടറെയോ റൈറ്ററെയോ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതല്ല. ആക്ച്വലി അവരുടെ സമയത്തിന് മൂല്യം കൊടുക്കുന്നത് കൊണ്ടാണ്. ഒരു സിനിമയിൽ ഭൂരിപക്ഷം സിനിമകളിലും ഞാൻ ഭാഗമാകുമ്പോൾ നായകനല്ല. എനിക്ക് കേസ് കുറച്ചേ ഉള്ളൂ, ഞാൻ നായകനാണെങ്കിൽ കൂടി ഇവരെത്രയോ മാസങ്ങൾ ചിന്തിച്ച് വരുന്ന ഒരു കഥയിൽ ഞാൻ ജസ്റ്റ് കേട്ട് അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം കേട്ട് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് പറയാം, അല്ലെങ്കിൽ ബേസിക്കായിട്ടൊരു ഐഡിയ എന്തെങ്കിലും തോന്നുന്ന നമുക്ക് പറയാമെന്നല്ലാതെ അതിൽ ഭയങ്കര ആധികാരികമായിട്ടൊരു കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല. ഉള്ളവരുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ട് കൂട്ടരുടെയും സമയം വെറുതെ നഷ്ടപ്പെടുത്തലായിട്ടാണ് എനിക്ക് പ്രാക്ടിക്കലി മനസ്സിലായിട്ടുള്ളത്. കുറച്ചും കൂടി സിനിമയ്ക്ക് ഗുണം അല്ലെങ്കിൽ എനിക്ക് ഗുണം എന്ന് പറയുന്നത് ഞാൻ ആ വരുന്ന സംവിധായകനെ വിശ്വസിക്കുന്നതും ആ കഥാപാത്രത്തെക്കുറിച്ച് അവർ റൈറ്ററും ആ ഡയറക്ടറും എന്താണോ അവർ മനസ്സിലാക്കിയത് അത് എത്രമാത്രം അവരിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് എനിക്ക് യൂസ്ഫുൾ. കേരള ക്രൈം ഫയൽ സീസൺ 1 ആണെങ്കിലും ഇപ്പോൾ അതുപോലെ ക്യാരക്ടർ റോൾസ് നോക്കി കഴിഞ്ഞാൽ ഫീനിക്സിൻ്റെ ക്യാരക്ടറാണ് ഭയങ്കര ലെയേഴ്സ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നോർമലി ബേസിലൊക്കെ പറയാറുണ്ട് സ്ക്രിപ്റ്റാണ് ടെക്സ്റ്റ്, അപ്പോൾ അത് വെച്ചിട്ട് ക്യാരക്ടർ ഫുൾ അത്രയും ലെയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നോർമലി ജസ്റ്റ് വിത്ത് ആ ഒരു ജസ്റ്റ് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ വെച്ച് മാത്രം ബ്രൂവിനെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ആ ലെയേഴ്സ് അല്ല, ഞാൻ എൻ്റെ ഒരുപാട് സമയം ഞാൻ സംവിധായകരായിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് ഷൂട്ടിൻ്റെ ടൈമില്ല, അല്ലെങ്കിൽ ഷൂട്ടിന് മുമ്പ് എനിക്കങ്ങനെ അത് എപ്പോഴാണെന്ന് അറിയില്ല. അത് ഒരു ഡയറക്ടറിനെ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ഇയാൾ എപ്പോഴാണ് എന്താ ചോദിക്കുന്നത്, ഇയാൾ ചോദിക്കാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഷോട്ടിൻ്റെ സമയത്ത് ഇവർ തരുന്നൊരു ബ്രീഫിംഗ് ആണ്. പിന്നെന്താ പറയുക, ഇന്നിപ്പോൾ ഡിജിറ്റൽ യുഗമായി, പഴയ പോലെ ഫിലിം വേസ്റ്റേജ് ഇല്ല. നമുക്ക് ഒരു കറക്ഷൻ വേണമെങ്കിലും അവർക്കറിയാമല്ലോ ഈ കഥാപാത്രം എന്താ ചെയ്യേണ്ടതെന്ന്.
പിന്നെ എൻ്റെ ഒരു ഭാഗ്യത്തിന് നല്ല ഓദർ സപ്പോർട്ടുള്ള വേഷങ്ങളാണ് വന്നത്. ഓദർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സിറ്റുവേഷൻസും അതിൻ്റെ ആർക്കും എല്ലാം വെൽ പ്ലേസ്ഡ് ആണ് ഓൾറെഡി ടെക്സ്റ്റിൽ. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഇവർ പറയുന്നതനുസരിച്ച് പെരുമാറിയാൽ മതി. ആ ഇതിൽ ഞാൻ ഭാഗ്യവാനാണ്. അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായിരുന്നു ഞാൻ വർക്ക് ചെയ്ത് ഭൂരിപക്ഷം ഡയറക്ടേഴ്സും. ഓക്കെ, പറഞ്ഞ പോലെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ കുറച്ചൊന്ന് ചെന്നൈ പാസം മാറ്റി വരുമ്പോഴാണ് അജു വർഗീസ് നേരെ തമിഴ് സിനിമയിലേക്ക് എപ്പിടി ഇருக்கு തമിഴ്. വിനീത് ചെന്നൈ പാസം മാറ്റിയിട്ടില്ല, മലയിലും തമിഴ് പറയിപ്പിച്ചിട്ടുണ്ട്. ഞാനില്ല, ഞാൻ 2020 കേരള ക്രൈം ഫയൽസ് ടൈമിലാണ് എനിക്ക് ആക്ച്വലി റാം സാറിൻ്റെ സിനിമ വൺ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നിവിൻ റാം സാറിൻ്റെ സിനിമ ചെയ്തു. അപ്പോൾ അങ്ങനെ നിവിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോൾ റാം സാറിൻ്റെ പടത്തിലൊരു വേഷമുണ്ട്, അടുത്ത പടത്തിൽ നിനക്ക് താല്പര്യമുണ്ടോ ചോദിച്ചു. നിവിനാണ് അത് എനിക്ക് കണക്ട് ചെയ്ത് തന്നെ. ഇപ്പോൾ ഡയറക്ടർ കം പ്രൊഡ്യൂസറോട് ചോദിക്കാം. ഓക്കെ, ഞാനൊരു 2 റീസൺ പറയാം. ഇത് എന്തുകൊണ്ടാണ് ക്രൈം ഫയൽ സീസൺ 2 കോ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചെന്ന് പറയാം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ എന്ത് ആർട്ട് വർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്ത് ഷോട്ട് വേണമെങ്കിലും വെക്കാം. ഓക്കെ, രണ്ടാമത്തെ റീസൺ ഇത് ഷോർട്ട് കൊമേഴ്ഷ്യൽ സക്സസ് ആണ് എന്നുള്ളൊരു കൺവിക്ഷൻ ഉണ്ട്. ഇതിൽ ഏത് റീസൺ ആണ്? ഇഷ്ടമുള്ള ഷോട്ട് വെക്കാം, ആർട്ട് വർക്ക് ഇഷ്ടമുള്ള. നമുക്ക് സ്കെയിലപ്പ് ഓഫ് കോഴ്സ് എല്ലാവരും എനിക്കൊന്ന് ഡയറക്ടേഴ്സ് ഫിലിമിൽ വരുമ്പം ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ എപ്പോഴേലും പ്രൊഡ്യൂസേഴ്സ് ആവണമെന്നുള്ള ആഗ്രഹം ഉറപ്പായിട്ടും കാണും. നമുക്കൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് യാദൃശ്യമായിട്ട് വന്ന ഇത്, പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളിത് ആലോചിച്ചപ്പോൾ ഓക്കെ ശരിയാണ്. അതാകുമ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ ഭയങ്കര ഒരു നൈറ്റ് പേഴ്സൺ അല്ല, എനിക്കൊരു 12 കഴിഞ്ഞിട്ടുള്ള ഷൂട്ട് എനിക്ക് ഭയങ്കര പാടാണ്. അപ്പം എനിക്ക് വേറൊരു പ്രൊഡക്ഷനെ എനിക്ക് ഒരിക്കലും അത് പറയാൻ പറ്റത്തില്ല, ഞാൻ ചെയ്ത് തീർത്തേ പറ്റൂ. ഇതാകുമ്പോൾ എൻ്റെ കംഫർട്ടിൽ എനിക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴും ഒരു ദിവസം ബ്രേക്ക് എന്ന് പറഞ്ഞ പരിപാടിയൊന്നുമില്ല. എനിക്കിത് ബ്രേക്ക്, കാരണം നമുക്കത് ഇടയ്ക്കത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സീനാണ് എടുക്കുന്നെങ്കിൽ ഒരു ബ്രേക്ക് എടുത്ത് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ ടൈമൊക്കെ കിട്ടുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ 56 ദിവസത്തിൽ ഞാൻ 4 ബ്രേക്ക് എടുക്കാൻ പറ്റി. ഇതൊക്കെ ഞങ്ങൾ പ്രൊഡക്ഷൻ എടുത്തതുകൊണ്ടാണ് നമുക്ക് പറ്റിയത്. പിന്നെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റി. ഞാൻ ബാഹുലിന് ഈ സ്ക്രിപ്റ്റ് എഴുതാൻ പറയുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞത് നീ എങ്ങനെ വേണേലും ആലോചിച്ചോ, കാരണം വെച്ചാൽ അവൻ്റെ ഫ്രീഡത്തിൽ എനിക്ക് ഫസ്റ്റിനേക്കാളും ഓഫ് കോഴ്സ് സ്കെയിലപ്പ് ചെയ്യണം, അതിൽ തന്നെ നിൽക്കാതെ എൻ്റയർലി മാറണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രൊഡക്ഷൻ കിട്ടിയോണ്ടുള്ള സംഭവം. രണ്ടാമത്തത് എനിക്കറിയത്തില്ലല്ലോ സക്സസ് ആകുമെന്ന് ഒരു അറിയത്തില്ല. നമ്മൾ ചെയ്യുമോ, കൺവിക്ഷനോടെ ചെയ്യുന്നു, ബാക്കി നോക്കാം. ഇല്ല, സ്ക്രിപ്റ്റ് റൈറ്റർ ഈ ലൈക്ക് എന്താ പറയുക, പുള്ളിയുടെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ മറ്റേ കിഷ്കിണ്ഡകാന്തമായിരുന്നു ആസ് എ റൈറ്റർ. അപ്പോൾ അത് ആസിഫ് അലിയുടെ ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഫ്രീ ആയിട്ട് എപ്പോഴോ കോവിഡിൻ്റെ സമയത്ത് ഇരുന്നപ്പോൾ ചുമ്മാ എഴുതിയൊരു സ്ക്രിപ്റ്റാണ് ഈ കിഷ്കിണ്ഡകാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു കൺവിക്ഷൻ ഉണ്ടല്ലോ ആസ് എ റൈറ്റർ, പുള്ളിയുടെ ഒരു കൺവിക്ഷൻ, ബിലീഫ്, അത് ശരിക്കും കിഷ്കിണ്ഡം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടിയ പോലെ തോന്നിയിട്ടുണ്ടോ? അല്ല, ബാഹുൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കിഷ്കിണ്ഡ അല്ല, അതിന് മുമ്പേ അറിയാം. ഞങ്ങൾ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ചെന്നൈയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാഹുൽ ഉണ്ടായിരുന്നു, എൻ്റെ ക്യാമറാമാൻ, ഇവരെല്ലാവരും അവിടെ ഉള്ളവർ എല്ലാവരും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കോമൺ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും അല്ലാതെ ബാഹുൽ എഴുതുന്ന പ്ലോട്ട്സ് ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കിഷ്കിണ്ഡകാന്തം കോവിഡ് സമയത്ത് ഞാൻ വായിച്ചത്, അവൻ എനിക്ക് വായിക്കാൻ തന്നെ. അപ്പോൾ അത് അന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വായിക്കുമ്പം അവൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡിസ്ക്രിപ്ഷൻസൊക്കെ അടിപൊളി, നമുക്ക് വിഷ്വൽ ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ അതവൻ എപ്പോൾ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് കഥ വായിച്ച ആളാണ്, ഞാൻ അങ്ങനെ ആ സിനിമ കണ്ടേ. പിന്നെ ഈ പറഞ്ഞ പോലെ അവൻ ഇച്ചിരി ഇപ്പോൾ ഈ ക്രൈം ഫയൽസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അണ്ടർ 10 days അവൻ എടുത്തിട്ടുള്ളൂ. സഡൻലിയാണ്, കാരണം ആക്ച്വലി ബാഹുൽ അല്ലായിരുന്നു, ഫസ്റ്റിൻ്റെ റൈറ്റർ ആഷിഖ് തന്നെ എഴുതേണ്ടായിരുന്നു. അപ്പോൾ അവനൊരു പേഴ്സണൽ കാര്യം വന്നവൻ മാറി പെട്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊരു ഷുവർ ഷോട്ട് ഒരു ഇത് തന്നെ വേണം. ഞാൻ ബാഹുലിനോട് ചോദിച്ചു നീ ഇൻട്രസ്റ്റഡ് ആണോ, അവൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു, വന്നു. ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവനോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് കോളും ഒന്നുമില്ല. അതായത് അവൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവനൊരിക്കലും ഒരു 1 ലൈനായിട്ടോ ഒരു ത്രെഡോ പറയത്തില്ല, ഫുൾ സ്ക്രിപ്റ്റായിട്ട് തരും, നറേറ്റും ചെയ്യത്തില്ല, അത് നമ്മൾ വായിക്കണം. അപ്പോൾ അങ്ങനെയാണ് അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് അയച്ചു തരുക ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് അവൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ പോലീസിങ് ആൻഡ് ക്രൈം ജോണർ ലൈക്ക് ഫോർ ഫസ്റ്റ് വെബ് സീരീസ് എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവരും കുറച്ച് അത്യാവശ്യം ലൈറ്റ്സ് ആണെങ്കിൽ എസ്പെഷ്യലി ജൂൺ, മധുരം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ റീസൺ, ആ നന്മമരം പടം എന്ന് പറഞ്ഞ ആൾക്കാർ ഈ ലേവൽ പരിപാടി നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം. പിന്നെ വെബ് സീരീസ് ആകുമ്പോൾ നമുക്ക് ആ ടൈം എടുക്കാം, ബിൽഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇത് വന്നു. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് പോലീസാണ്. അതുപോലെ നമുക്ക് സീസൺസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് പല കേസുകൾ ഒന്നും നിൽക്കുന്നില്ലല്ലോ, അപ്പം ഇങ്ങനെ മാറാം എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് എടുത്ത്. ഓക്കെ, അത് ചോദിക്കുക ഒരു റീസൺ കൂടെ ഉണ്ട്. കാരണം കേരള ക്രൈം ഫയൽ സീസൺ 1 വന്നപ്പോൾ അതിൻ്റെ ലൈക്ക് അതിനെക്കുറിച്ച് ആൾക്കാരെല്ലാം പറഞ്ഞ മെയിൻ കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോ ആണ്. ആക്ച്വൽ പോലീസിങ് എങ്ങനെയാണോ സെയിം ആ ഒരു റോനെസ് അതിലുണ്ട്. അത് ആസ് ആൻ ആക്ടർ ആൻഡ് ആസ് എൻ ഡയറക്ടർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു നിങ്ങൾ? ഡയറക്ടർ പറയുന്നത് കേട്ടു. ശരി, അത് റിയൽ ഒരു കഥാപാത്രമായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ.
ഒരു കുറച്ച് ശതമാനം റിയൽ സ്റ്റോറി കണക്റ്റഡും ആണത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഈ അതിൽ നമ്മൾ ഏത് വിക്ടിമിൻ്റെ പുറകെയാണോ ഏത് ക്രിമിനലിൻ്റെ പുറകെയാണോ പോയ അദ്ദേഹം റിയലായിട്ട് ചെയ്തത് കൂട്ടിയതും പുള്ളി ഈ KCF1 കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ന്യൂസായിട്ട് ഞാനും കണ്ടു, ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പം അഹമ്മദ് പറഞ്ഞതും ആഷിഖ് പറഞ്ഞതുമായിരുന്നു എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ധാരണ. പക്ഷേ ഈ ചില സമയങ്ങളിൽ നമുക്ക് അതൊരു ഡയറക്ടറിന് സെറ്റിലെടുക്കാവുന്ന ഫ്രീഡമാണ്. ഇപ്പോൾ ഒരു ആക്ടർ എന്തെങ്കിലും വേറെ രീതിയിൽ ചെയ്താൽ അവർ പ്ലാൻ ചെയ്തതിൽ നിന്നും രസമുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ വേറൊരു ഡൈമെൻഷൻ കിട്ടുന്നതാണെങ്കിലോ ആ ഫ്രീഡം തരും അവർ. കാരണം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് നേരത്തെ ഉള്ള പോലീസിങ് ഇമേജ് വെച്ചിട്ട് അതെന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയോ? കാരണം നമ്മുടെ മലയാള നോർമലി സിനിമയിൽ എപ്പോഴും സൂപ്പർ കോപ്സ് ആണ്, എല്ലാവർക്കും പവറാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഡിസ്കഷന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എല്ലാവരും നമ്മുടെ ഒരുമാതിരി നമ്മുടെ ഫാമിലി കസിൻ ചേട്ടന്മാരോ അതുപോലത്തെ ഇരിക്കുന്ന കോലമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് പിടിക്കാം. പിന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫ്, അപ്പോൾ ഫസ്റ്റ് സീസൺ ഓൾ അബൌട്ട് അതായിരുന്നു, എങ്ങനെ ഒരു നോർമൽ പോലീസുകാരും അവരുടെ ഫാമിലി ലൈഫും അങ്ങനത്തെ സംഭവമാണ്. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് വരുമ്പം ഈ പോലീസുകാരുടെ ഫാമിലി പേഴ്സണൽ ലൈഫ് ആക്ച്വലി ഇല്ല, പ്യൂർലി ബേസ്ഡ് ഓൺ കേസാണ്. അപ്പം പക്ഷേ ഈ പറഞ്ഞ പോലീസുകാരുടെ അവരുടെ മറ്റേ കേസ് അന്വേഷണവും കാര്യങ്ങളെല്ലാം അതേ ഒതൻറ്റിസിറ്റിയോടെ തന്നെയാണ് മാക്സിമം ചെയ്യാൻ നോക്കിയേക്കുന്നത്. എനിക്ക് ഫസ്റ്റിലെ ബ്രീഫിംഗ് ഒരു പോലീസ് അല്ല, ഒരു ടീച്ചർ ബൈ പ്രൊഫഷനാണ് ഉള്ള വ്യക്തിയാണെന്ന് എന്നോട് പറഞ്ഞു. കാര്യം അദ്ദേഹം റിയൽ ലൈഫിലാണ് ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടർ ശരിക്കും പോലീസ് ഫോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് അതായിരുന്നു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ നമുക്കൊരു പോലീസ് യൂണിഫോമിന് നാച്ചുറലി ഒരു മസിൽ പിടുത്തം തരും. കാര്യം അതങ്ങനെയാണ് അറ്റയർ. നമ്മൾ നേരെ നിർത്തി ബെൽറ്റൊക്കെ ടക്കിൻ ചെയ്ത് ഷൂ ഒക്കെ ഇടുമ്പോൾ നമുക്ക് അതൊരു അപ്ടൈറ്റ് ഫീലുണ്ട്. അപ്പോൾ അത് കില്ല് ചെയ്തേ പറ്റൂ. അപ്പം മനസ്സുകൊണ്ട് ഒരു മാഷാന്ന് വിചാരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞു. മാഷാണ്. സോ അത് ഭയങ്കര നല്ല ബ്രീഫിംഗ് ആയിരുന്നു. ഒറ്റയടിക്ക് നമ്മളൊരു സ്കൂൾ മാഷാകുമ്പോൾ നമ്മൾ സോഫ്റ്റായി. അപ്പോൾ അൺവാണ്ടഡ് ആ ഒരു പിടുത്തം മാറാൻ അത് ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് സീസണിൽ അജു വർഗീസ് ആൻഡ് ലാൽ രണ്ട് മെയിൻലി ആക്ടേഴ്സ് ആയിരുന്നു ഫോക്കസ്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേനും കുറച്ചുകൂടെ കാസ്റ്റ് ഉണ്ട്. അതായത് അർജുൻ ഉണ്ട്, ഈ പറഞ്ഞ ഷിബിലയുണ്ട്, നൂറിനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അപ്പോൾ അവരിലേക്ക് എങ്ങനെയാണ് ജിയോ ബേബി ചേട്ടനുണ്ട്, എങ്ങനെ അവരിലേക്ക് എങ്ങനെ എത്തി? ഫസ്റ്റ് നമ്മൾ അതായത് സെക്കൻഡ് സീസൺ ചെയ്യുമ്പോൾ ഒരാളും കൂടെ വരണം, ഒരു ലീഡ് ക്യാരക്ടർ. ഇവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരാളും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് അർജുൻ ഓൾറെഡി പട കാണുമ്പോൾ തൊട്ടേ നമ്മൾ ശ്രദ്ധിച്ചതാണ്. കാരണം ഒന്നാമത് നമ്മൾ മലയാളികൾ സാധനം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇതിങ്ങനെ വന്ന് ചെയ്തിട്ട് പോയെന്ന് ഞെട്ടിച്ചായിരുന്നു. പിന്നെ ഡിയർ ഫ്രണ്ട് കണ്ടു, പിന്നെ കണ്ണൂർ സ്കോണിലെ വില്ലൻ അത് കണ്ടു. അത് കാണുമ്പോഴേ ഞാൻ അർജുൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. അന്ന് ഈ പ്ലാനൊന്നും ഇല്ലായിരുന്നു. മെസ്സേജ് ചെയ്തു, പിന്നെ ഉള്ളൊഴുക്ക്, ഇത്രയും പടങ്ങളാണ് അവനെ കണ്ടത്. ആൻഡ് നമുക്കെല്ലാവർക്കും അറിയാം, ഓക്കെ ഇവൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് നമുക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അർജുൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ആൻഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമത് ഈ കാസ്റ്റിംഗ്, നമുക്ക് വെബ് സീരീസ് ആകുമ്പം സിനിമയിൽ പിന്നെ നമുക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സീനിയേഴ്സുമായിട്ട് വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ദ്രൻ സേട്ടന് ഞാൻ മധുരത്തിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇന്ദ്രൻ സേട്ടന് ഹരിശ്രീ യശോൻ അങ്ങനെ വന്നു. പിന്നെ നൂറിൻ ആക്ച്വലി ഫാഹിമിൻ്റെ വൈഫാണ്, അപ്പം എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പം നൂറിനെ ഇതുവരെ കാണാത്ത രീതിയിലൊന്ന് ചെയ്യണം. കാരണം ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അവൾ സാധാ ഒരു പെണ്ണാണ്. അപ്പോൾ നമുക്ക് അതുപോലെ കാണിക്കണമെന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെ വൈഫായിട്ടാണ് നൂറിനെ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ഷിബില ഉണ്ട്. അപ്പോൾ കക്ഷി അമ്മണി പിള്ളയിൽ അടിപൊളിയായിട്ട് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്തൊരു റോളുണ്ട്. അങ്ങനെ കാസ്റ്റിംഗ് നമ്മൾ അതുപോലെ കുറേ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ കുറേ പേരും ഉണ്ട്. പിന്നെ ജിയോ ചേട്ടൻ അടിപൊളിയാണ്. അതായത് ഒന്ന് ജിയോ ചേട്ടൻ്റെ സംസാര രീതി അടിപൊളിയാണ്, കോട്ടയം സ്ലാങ് ആണ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ അടിപൊളിയായിട്ടാണ് ചെയ്തത്, അടിപൊളി ക്യാരക്ടർ. പിന്നെ ഇപ്പോൾ ലാൽ സൽമാൻ ഇത്ര സെലിബ്രേറ്റഡ് സീനിയർ ആക്ടറാണ്. പക്ഷെ പുള്ളിയുടെ സൗണ്ടിനെ കുറിച്ച് കുറേ ഇങ്ങനെ മീംസും ട്രോൾസും ഒക്കെ വരാറുണ്ട്. അദ്ദേഹം അത് എപ്പോഴെങ്കിലും അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മളത് ലാൽ സാറിൻ്റെ അടുത്ത് പറയാറുണ്ട്. അത് ലാൽ സാറ് തന്നെ, അതായത് രണ്ട് രീതിയിലുണ്ട്. ലാൽ സാർ അത് പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴോ എന്തോ ഒരു കാര്യം സാറ് പറഞ്ഞതിൻ്റെ പേരിലാണിത്, അവിടെ നിന്നാണ് തുടങ്ങിയത്, പണ്ട് ഇതില്ലായിരുന്നു എന്നുള്ള സാധനം സാറ് പറയുന്നു. സാറ് അത് എൻജോയ് ചെയ്യാറുണ്ട്. ചിലത് ഭയങ്കര ഫോഴ്സ്ഫുൾ വരും, സാറിന് ദേഷ്യവും വരാറുണ്ട്. പക്ഷെ സാറായിട്ട് ഭയങ്കര ഫണ്ണായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സാറ് ഡബിന് വരുമ്പോൾ അത് കേട്ടിട്ട് ഇത് സാറ് പറഞ്ഞ ഡയലോഗിനെ കേട്ടിട്ട് ഞാൻ എന്ത് വൃത്തിയുടെ ഈ പറഞ്ഞേക്കാം ഇങ്ങനെ സാറ് പറയും. ഇതെന്ത് ഇത് എന്നിട്ട് എന്താണ് പറഞ്ഞത് ഇത് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. സാറ് അതിനെ എൻജോയ് ചെയ്യാറുണ്ട്, നമ്മളും അത് ഫണ്ണായിട്ട് കളിയാക്കാറുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചില്ല. ഓക്കെ. കാരണം ഇപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ലൈക്ക് ആ പെർസ്പെക്റ്റീവ് മാറിയല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഇത് കളിയാക്കുകയാണ്. ഇപ്പോൾ അത് ആ ട്രോൾ ഒക്കെ ഇതൊരു മോഡ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്. പല ആക്ടേഴ്സ് അത് കണ്ട് രസിക്കാറുണ്ട്. തരുൺ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് ലാലേട്ടനാണെങ്കിൽ
ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ട്രോൾ കണ്ടിട്ട് ഇവനോട് ഞാൻ എന്ത് ചെയ്തു മോനെ എന്നൊക്കെ പറഞ്ഞ് സ്ക്രോൾ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കേട്ടില്ല ആ അപ്പോൾ അതുപോലെ ഞാൻ ചോദിച്ചാണ്. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഈ ട്രോളൊക്കെ എന്തായാലും എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ആ രീതിയിൽ എടുക്കുന്നത് അതല്ല, അവരുടെ ആ കോൺഫിഡൻസ് ഇൻസെക്യൂരിറ്റി ഒന്നും അവർക്കൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ആ സിനിമയിൽ വെട്ടിത്ത വാഴത്തണ്ടും കഞ്ഞി എടുക്കട്ടെയൊക്കെ പറഞ്ഞില്ലേ. അതൊക്കെ ഒരു പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്പർ 1 ആക്ടർ, കേരളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനോടാ. അത് പുള്ളിക്ക് അത് അറിയാവുന്ന ഇല്ലാന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളാണ് പൊട്ടന്മാർ. നമ്മുടെ ഹരിശേഷൻ ചേട്ടൻ ഇതുവരെ കാണാത്തൊരു ലുക്കിലാണ് ഇതിൽ, ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ലുക്കിൽ. അപ്പം അത് പെർട്ടിക്കുലർലി ചെയ്യിപ്പിച്ചെടുത്താണോ അതോ എന്തെങ്കിലും ഈ ക്യാരക്ടർ ഏതെങ്കിലും റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും? ക്യാരക്ടർ ആക്ച്വലി സ്ട്രോങ് ആണ്. പിന്നെ ഈ ഹരിശേഷൻ ചേട്ടൻ്റെ ലുക്ക് മാറ്റണമെന്ന് നമുക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. താടി എടുക്കണമെന്ന് ഫോഴ്സ്ഫുള്ളി തന്നെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് വേറെ എന്തോ കണ്ടിന്യൂറ്റി ഒക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും നമ്മളത് മസ്റ്റായിട്ട് പറഞ്ഞ് നമ്മൾ എടുപ്പിക്കുമായിരുന്നു. ഞാനത് അർജുനോടാണ് പറയുന്നത്, കാരണം അർജുൻ ജൂണിൽ ആക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ അർജുനോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ അച്ഛനെ ഒരു ഇതിനുണ്ട്, അപ്പോൾ എനിക്ക് താടി എടുക്കണം, അമ്മതൊക്കെ എന്തെങ്കിലും ചെയ്തു ഉറപ്പായിട്ട് വന്ന് പറഞ്ഞു ചെയ്യിക്കുക, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ ഭയങ്കര വില്ലിങ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ലുക്കായി. അതെ, കുറേ പേര് പേഴ്സണലി എന്നോട് അതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹരിശേഷൻ ചേട്ടൻ്റെ ആ കാര്യം നമുക്ക് ഇന്ന് വരെ ആ മുഖത്ത് അങ്ങനെ ലുക്ക് കണ്ടിട്ടില്ല. എത്രയോ എനിക്കൊന്ന് 2 ഡെക്കേഡായിട്ട് 2.5 ഡെക്കേഡായിട്ട് നമുക്ക് പരിചിതമായൊരു മുഖം, നമുക്ക് കൂടുതലും താടിയാണല്ലോ നമുക്ക്. ഇതിന്ന് പെട്ടെന്ന് മാറിയപ്പം വേറൊരു ടോട്ടലി ഒരു ക്യാരക്ടർ ഫേസ് ഭയങ്കര ഡിഫറെന്റ് ഇതായിരുന്നു. പറവയിൽ അന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു, പറവയിൽ ഹരിശേഷൻ ഭയങ്കര ഡിഫറെന്റ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി വേറൊരു ആർക്കിലാണ് പുള്ളിയുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ മാറ്റിയെടുക്കണമെന്ന് ഭയങ്കര ബോധപൂർവം ചെയ്തതാണ്. ഓക്കെ, അതൊരു ചില സാധനങ്ങൾ ആ സമയത്ത് വൈറലായാലും ഒരു മെയിൻ സംഭവമായിരുന്നു അവിൽ മിൽക്ക്. കേരള സീസൺ 1. അതെ, അവിൽ മിൽക്ക്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷുവർ ഷോട്ട് ഓക്കെ വൈറലാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള സ്പോയിലർ വേണ്ട, വേറെ അല്ലെങ്കിൽ സ്പോയിലർ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് പോലീസുകാർ ഈ പേഴ്സണൽ സാധനം എന്നുള്ള സാധനം ഇതിനകത്തില്ല. അവിൽ മിൽക്ക് പോലത്തെ സാധനങ്ങളില്ല. അല്ലാതെ ഇപ്പോൾ അവിൽ മിൽക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുപോലെ ഇത് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയാം. കേസൊക്കെ പിന്നെയും കുറച്ചും കൂടി ഒരു ലീനിയർ ഇൻവെസ്റ്റിഗേഷനാണ് അല്ലേ, ഒറ്റ സിംഗിൾ പ്ലോട്ടായിരുന്നു. അതെ അതെ, ഒരു പ്രതിയെ അന്വേഷിച്ചുള്ളൊരു യാത്ര. എനിക്ക് കൂടുതലും അതിലെ ഡയലോഗ് ഷിജുവിനെ കണ്ടുണ്ടോ, ഷിജു കണ്ടുണ്ടോ. ആക്ച്വലി എല്ലാ ദിവസവും എൻ്റെ ഡയലോഗ് അതേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, അയ്യോ ഇത് ഭയങ്കര ബോറിംഗ് ആണല്ലോ എന്ന് ചോദിക്കാൻ. വേറെ ഒന്നും ചോദിക്കുന്നില്ലല്ലോ ഇൻവെസ്റ്റിഗേഷനിൽ. പക്ഷെ ഇതിലതല്ല, ഇതിൽ മൾട്ടി നെറേറ്റീവോ അല്ലെങ്കിൽ എന്താ പറയാം, പല പല ജങ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ആക്ച്വലി അർജുനാണ് ലീഡ്. അർജുൻ്റെ കേസ് കേരള ക്രൈം ഫയൽസ് ആണല്ലോ. അപ്പോൾ ഇത് വേറൊരു ടീം, അവർക്ക് കിട്ടുന്ന ക്രൈം ഫയൽ. അതിലോട്ട് ഓരോ ജംഗ്ഷനിലും മറ്റ് അവരുടെ തന്നെ പോലീസ് സുഹൃത്തുക്കളൊക്കെ വന്ന് പാസ് ചെയ്ത് പോകുന്നു. ഈ ഒരു മൾട്ടി ലെയറിംഗ് ഉള്ളത് കൊണ്ട് പൂർണ്ണമായി ഇൻവെസ്റ്റിഗേഷനിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഫാമിലിയിലോട്ട് ഇല്ല എന്നതാ പറഞ്ഞത്. ഓക്കെ, പക്ഷെ എന്നാൽ നോൺ ലീനിയർ ആണെന്നാണ്. നോൺ ലീനിയർ അല്ല, ഞാൻ പറയുന്നത് ഇതിൽ ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് കേസ്. ഓക്കെ, വെരി കോംപ്ലിക്കേറ്റഡ് കേസ്. മറ്റേത് കുറച്ചും കൂടി ഇന്നൊരാളെ കണ്ടുപിടിച്ചാൽ മതി എന്നായിരുന്നു. ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ഉണ്ട്. കാര്യം കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ട് ബാഹുല എഴുതുന്ന, ഇൻഫാക്ട് എഴുതുന്നതിന് മുമ്പാണെങ്കിലും റിലീസിന് മുമ്പാണെങ്കിലും പ്രേക്ഷകരുടെ മുന്നിൽ കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞിട്ട് ബാഹുല വരുന്നതാണ്. സോ നാച്ചുറലി അതിനോട് നീതി ബാഹുല് പുലർത്തണമല്ലോ. KCF 1 ശേഷം 2 ചെയ്യുവാണല്ലോ. അല്ല, നാച്ചുറലി അത് അവരതിനുള്ള പണി. ഞാൻ എന്താ അറിയോ, ഇത് വെറും ഇവരങ്ങനെ പറയുന്ന ആൾക്കാരും അല്ല. ഇവരെ ഒരു കാര്യം ചെയ്തിട്ട് അത് അതിനെക്കുറിച്ച് ബോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷെ ആ എടുത്ത എഫേർട്ടിനെ എനിക്ക് തോന്നി അക്നോളജ് ചെയ്ത് പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാഹുലൊക്കെ എന്ന് പറഞ്ഞാൽ ബാഹുലിൻ്റെ ഡയലോഗുകൾ വളരെ പ്രയാസമാണ് പറയാൻ. കാര്യം ഇപ്പം ഞാൻ ഇപ്പം ഇയാൾ ഇറങ്ങിപ്പോയി, ഇപ്പം താൻ എവിടെ പോവാന്ന് ചോദിക്കാമല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലോ. ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ അതിലും കോംപ്ലക്സ് ആയിട്ടാണ് ബാഹുലി ചോദിക്കുക. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്ക് താനവിടെ പോവാ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ അവിടെ പോയിട്ട് ആവശ്യമുണ്ടോ, ഇവിടെ നിന്നുകൂടെ എന്നൊക്കെ ഉള്ള രീതിക്ക് പുള്ളി ചോദിച്ചോളേ. മനസ്സിലായി. സ്ഥിരം പറയുന്ന രീതിയിൽ നിന്ന് മാറ്റി ചെയ്യിപ്പിക്കുന്ന, എന്നാൽ അത് ഭയങ്കര നാച്ചുറലായിട്ടും പുള്ളി തോന്നിപ്പിക്കും. ആദ്യം ഭയങ്കര പാടാ, നമുക്കത് കാണാപ്പാടം പഠിക്കണമല്ലോ, ഫോളോ ചെയ്യാൻ ഭയങ്കര പാടാ. അവസാനം ഞാൻ തോറ്റുപോയി ചിലയിടത്തൊക്കെ. അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽ സാറ് പറയുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവൻ എന്തുകൊണ്ടത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ത്രൂ ഔട്ട് എല്ലാവരും ആ രീതിയിൽ പറയുമ്പം നമ്മൾ ഇതുവരെ
കാണാത്ത കുറേ ഡയലോഗ്സും കാര്യങ്ങളും വരും, മൊത്തത്തിൽ വാക്കുകൾ വരും. അപ്പം അതിനുവേണ്ടി അവൻ ചെയ്യുന്നതാണത്. ഭയങ്കര റെയർ കോമ്പിനേഷൻ അല്ലേ ഒരു സിനിമാറ്റോഗ്രാഫർ റൈറ്റർ, ഭയങ്കര റെയർ കോമ്പിനേഷൻ ആണ്. വലിയ സ്ട്രിക്ട് റൈറ്ററാ. ആ വാക്കുകൾ അഹമ്മദ് പിന്നെയും കുറച്ചും കൂടി വണ്ണിന് നമ്മൾ ആക്ച്വലി വേർഡ്സ് അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു, കാരണം ആ സിറ്റുവേഷന് മാച്ച് ആകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ലെവലുള്ളതാണ് എന്തായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബാഹുല് സ്ട്രിക്ട് അതിൽ തന്നെ വേണം. എനിക്ക് പേടിയുണ്ടായിരുന്നു കാര്യം അതേ വേറൊന്നുമല്ല, അവരത്ര എഫേർട്ട് എടുത്താൽ ഒരു വാക്ക് എഴുതുന്നത് മനസ്സിലായി. ഈ അടുത്ത ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കമ്പയർ ചെയ്യുകയല്ല, അദ്ദേഹം പറഞ്ഞതാണ് ഒരു റൈറ്ററിനെ, പത്മനാഭൻ സാറിൻ്റെ തിരക്കഥകൾ പറയുമ്പം വാക്കുകൾ മാറ്റില്ല എന്നുള്ളത് പറയുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ പല ഹോട്ടൽ മുറികളിലിരുന്ന് വളരെ ചിന്തിച്ചെഴുതിയതാണ് ഓരോ വാക്കും, കഷ്ടപ്പെട്ട് എഴുതിയത്, അവിടെ വന്ന് അങ്ങനെ മാറ്റല്ലേ. അപ്പം അതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാട്ടോ, അത് കമ്പയർ ചെയ്തല്ല. പക്ഷെ ഓരോ റൈറ്ററും വിനീത് സമ്മതിക്കില്ല, രഞ്ജിത്ത് സാർ സമ്മതിക്കില്ല. ഞാൻ ലോഹം ചെയ്ത സമയത്ത് എന്തോ ഇങ്ങനെ എനിക്ക് പറഞ്ഞില്ല അതെൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു, നമ്മൾ ചോദിക്കുമല്ലോ ഇവരൊക്കെ വാക്കുകൾ മാറ്റാൻ അങ്ങനെ സമ്മതിക്കില്ല, എന്നാൽ ചിലരങ്ങനല്ല. ഇപ്പം അഹമ്മദും സിനിമ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഓരോ നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കുമല്ലോ. ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റിൽ വന്നിട്ട് നമുക്ക് ഒരു ഇപ്പോൾ ചെയ്യുന്നൊരു SP യുടെ വേഷമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു റോൾ ചെയ്യുമ്പം നമുക്ക് എന്നാണ് പോയെന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. കാഷ്വൽ മൊമെന്റ്സിൽ പറ്റും, ഒരു സീനിയർ ഓഫീസർ പറ്റില്ല. അപ്പോൾ ആ ടെക്സ്റ്റ് ഫോളോ ചെയ്യണം. ഓക്കെ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. 3-4 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആക്ടർ ആണെന്ന്. എനിക്കൊന്ന് ഇൻസെക്യൂർ ആക്ടർ അഭിനയത്തെ കുറിച്ച് ജോലിയിലല്ല അല്ലല്ല, അതായത് പക്ഷെ ഗഗനചാരി പോലത്തെ സിനിമകളും ഈ പറഞ്ഞ പോലെ KCF പോലത്തെ ഇത്രയും വൈഡ് വെറൈറ്റി ഓഫ് റേഞ്ച് ചെയ്യുന്ന ആക്ടർ അജു വർഗീസ് ഇപ്പോഴും ആ ഒരു ആസ് എൻ ആക്ടർ ഇൻസെക്യൂർഡ് ആക്ടർ എന്നുള്ള ഫീൽ ഇപ്പോഴും ഉണ്ട്. അതിന് റീസൺ പറഞ്ഞു ഞാൻ, അത് നമ്മൾ ആക്ടർ ആവാൻ ചെറുപ്പം തൊട്ടേ ഡ്രീം ചെയ്തതോ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ സ്റ്റേജിൽ കയറിയിട്ടില്ല. സ്റ്റേജിൽ മിമിക്രിയോ മോണോ ആക്ടോ പാട്ട് പാടാനോ എന്തെങ്കിലും പെർഫോമൻസിനോ നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ചെറുപ്പകാലത്തിൽ തന്നെ മാറേണ്ട ചില ഭയങ്ങളുണ്ട്. ചെറുപ്പത്തിലേ മാറിയാലേ അത് മാറുള്ളൂ. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അല്ലെങ്കിൽ നീന്താൻ ഒക്കെ ചെറുപ്പത്തിൽ പഠിച്ചാൽ എളുപ്പമാണ്, ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഒരു 40 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ ഒക്കെ അത് പഠിക്കാൻ പോകുന്നവർക്ക് ഭയങ്കര സമയമെടുക്കും, എന്നാലും അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടാവും. അങ്ങനത്തെ ഉണ്ട്, ഒരു കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. സെയിം തിങ്ങാണ്, നമുക്കത് അന്നേ അത് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇന്ന് ഇതേപോലത്തെ ഡയറക്ടേഴ്സിൻ്റെ ഞാൻ മെൻറ്റേഴ്സായിട്ട് അവരെ കാണുന്നത്. അപ്പോൾ അവരുടെ ഹെൽപ്പിലാണ് ഞാനിത് പോകുന്നത്, അത് എൻ്റെ ഹെൽപ്പിലല്ല അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസിലല്ല പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഇല്ലെങ്കിൽ എനിക്കറിയാം ഈ ജോലി എനിക്ക് പറ്റൂല, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര അഹങ്കാരിയാവില്ലായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ എന്തൊരു ജാടായിരിക്കും, എനിക്ക് തന്നെ അഭിനയിക്കാൻ പറ്റുന്ന ജോലിയായിരുന്നെങ്കിൽ. അത് ഞാൻ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റഡാ. ഞാൻ വേറൊരു പ്രൊഫഷനാണ് ചെയ്തിരുന്നെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ ബാങ്കിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ്, സപ്പോസ് ഇപ്പോൾ ഒരു IT-യിലായിരുന്നെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ കൊണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ ജോലിയിലല്ല ഞാൻ പറയണേ, എൻ്റെ സെൽഫ് കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു അഹങ്കാരമോ കൂടി ഭയങ്കരമാണ്. ഇതിപ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വേറെ വഴിയില്ല, പിടിച്ച് നിൽക്കണമെന്നുള്ളൊരു ഫീൽ ഉള്ളത്. എനിക്കിഷ്ടമുള്ള ജോലിയാണ്, അപ്പോൾ അത് പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഓരോ സിനിമയുടെ റിസൾട്ട് ബോദർ ചെയ്യാറില്ല, ബട്ട് ഓരോ ദിവസവും ദിൽ ബി സം ഓർ ദ അതർ ഒരു ലേണിംഗ് ഒരു ആക്ടറിനുണ്ടാവും. അതൊരു ഇപ്പോൾ നമ്മൾ ഈ ഷോട്ടിന് മുന്നേ ഈ തൊപ്പി ഇച്ചിരി പൊക്കി വെക്കണം, ലൈറ്റ് കിട്ടാൻ ബെറ്റർ ആണെന്ന് അദ്ദേഹം പറയുന്നത് തൊട്ട് അത് ആദ്യത്തെ സിനിമ തൊട്ട് കേൾക്കുന്നത്, എന്നിട്ടും തെറ്റിക്കുന്നില്ലേ. അപ്പോൾ അത് ഒരു ആക്ടർ എവറി ഡേ ലേണിംഗ് ഉണ്ട്. ഓക്കെ, അത് കൊള്ളായിരുന്നു, എങ്ങനെ പറയണമെന്ന് നോക്കിയിരിക്കുന്നു. ഓക്കെ, ഇതിലെ കുറച്ച് ഞാൻ ഒരു ഡയലോഗ് ഞാൻ പറയാം. ഇപ്പോൾ KCF സീസൺ 2 ട്രെയിലറിൽ കണ്ടൊരു ഡയലോഗാണ്. അതായത് പോലീസുകാർ നാറുന്ന കാണാൻ എല്ലാ നാറികൾക്കും ഒരു ഹരമാണ്. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പേഴ്സണലിയോ? ഇല്ല, പേഴ്സണലി അങ്ങനെ അതായത് നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഈ ബൈക്കിന് ഹെൽമെറ്റ് പിടിക്കുന്നു, നമ്മൾ അവരെ ഓരോ കുറ്റമൊക്കെ പറയുമല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ അവർക്ക് എന്തെങ്കിലും പറ്റുന്നത് നമ്മളിപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നതോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ റീൽസൊക്കെ കാണുന്നുണ്ടല്ലോ, അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അവരെ കളിയാക്കുമ്പോൾ അവർക്ക് ചെറുതായിട്ട് നാണക്കേട് വരുന്ന സാധനം നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, അല്ലാതെ ഇല്ല.
ഇത് കഥയുടെ റിലേറ്റ് ചെയ്തുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഡയലോഗ് വന്നത്. ഓക്കെ, അതിൽ തന്നെ ശരിക്കും നമ്മുടെ നാട് അലമ്പാണോ? ഇത് നമ്മുടെ നാടെന്നല്ല, ഇത് എല്ലായിടത്തും ഗുഡ് ആൻഡ് ബാഡ് എക്സിസ്റ്റ് ചെയ്യും. നമ്മുടെ നാട് മാത്രമല്ല, മനുഷ്യരെവിടെ ഉണ്ടോ, മൃഗങ്ങൾ എവിടെ ഉണ്ടോ, എല്ലായിടത്തും. ഓക്കെ, നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു പോലീസ് സ്റ്റേഷൻ അനുഭവം. എൻ്റെ ഉണ്ടോ? എനിക്കുണ്ട്. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പോയേക്കുന്നത്. അതായത് ഫസ്റ്റ് സീസണിന് വേണ്ടിയല്ല പോയത്. ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പം അതിനകത്തൊരു എലമെൻറ്റ് പോലീസിൻ്റെ ഇത് വേണം. അപ്പോൾ അവിടെ നിന്ന് പരിചയമുള്ള ഒരാളോട് ചോദിച്ചിട്ട് അവിടുത്തെ CI പുള്ളിയെ കാണാൻ പോയി. പുള്ളിയെ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് വേണ്ടത് കിട്ടിയില്ല. പക്ഷെ പുള്ളി അതിന് പകരം പുള്ളി തെളിയിച്ച ഈ കേസിനെ കുറിച്ച് പറഞ്ഞു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സീസൺ. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അത് രസമായിരുന്നു. കാരണം കുറേ നേരം അവിടെ നറേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു. അങ്ങനത്തെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലാതെ പിടിച്ചിട്ടില്ല ഇത്. എനിക്കുണ്ട്. എനിക്ക് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു എന്താ പറയുക, സ്റ്റേഷൻ അറസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ അറസ്റ്റ് ഒപ്പിട്ട് ജാമ്യം അപ്പം തന്നെ. അപ്പോൾ അതിന് പോയിട്ടുണ്ട്. ഓക്കെ, ഈ ആക്ടേഴ്സ് ഭയങ്കര നമ്മളെല്ലാവരും ഒബ്സർവർ ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര നോട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഈ KCF 1-ലോ 2-ലോ എപ്പോഴെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഹെലനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോലീസ് റോൾ ചെയ്ത സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് വേണ്ടി ഡയറക്ടർ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം ഡയറക്ടേഴ്സിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ലൈഫിൽ നിന്നല്ല ആക്ച്വലി. അത് ഈ അടുത്ത ഞാൻ ഒരു ചോദ്യം വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഞാൻ സിനിമകളിൽ നിന്ന് സീനിയർ നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ റെഫറൻസ് നോക്കുന്ന പോലെ തന്നെ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഈസ് ഓൾവേസ് നമ്മളുടെ ക്ലാസിക് മലയാളം സിനിമ ആൻഡ് തമിഴ് സിനിമകൾ. അത് എനിക്ക് തോന്നുന്നു ഒരു പീരീഡ് പറയുകയാണെങ്കിൽ ഒരു 75 to ഒരു 95, 2000 ഇല്ല 95 വരെയുള്ള തമിഴ് മലയാളം സിനിമകൾ. അതാണ് ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക്. ഏതൊരു ഫിലിം സ്റ്റുഡൻറ്റിനും റെഫർ ചെയ്യാവുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഈ രണ്ട് ഭാഷകളിലുള്ളത്. ഡയറക്ടർ പ്രൊഡ്യൂസർ ആയപ്പോഴത്തേനും എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൊഡ്യൂസർമാരോ ഇങ്ങനെയാണോ സംഭവം എന്ന് തോന്നി ഏതെങ്കിലും 1-2 എലമെന്റ്സ് ഉണ്ടോ? ഇല്ല, പ്രൊഡക്ഷൻ ഞാൻ ഇതിപ്പോൾ വെബ് സീരീസ് ചെയ്തപ്പോൾ അങ്ങനെ, അതായത് ഞാൻ മാത്രമല്ല, എൻ്റെ ക്യാമറമാനും ഉണ്ട്, പിന്നെ എൻ്റെ ബ്രദറും ഉണ്ട്. സോ ഈ ഫിനാൻഷ്യൽ കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്രിയേറ്റീവിലുള്ളതുകൊണ്ട് ഞാൻ ബ്രദറിനെയാണ് മൊത്തം ഏൽപ്പിച്ചത് കാര്യങ്ങൾ. നല്ല പ്രൊഡക്ഷൻ. ഇടയ്ക്ക് കടം ചോദിച്ചാലും തരും. ഈ പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതിലോട്ട് അത് ഇൻവോൾവ് ആയിട്ടില്ല ഞാൻ. അതായത് നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ബഡ്ജറ്റിങ്ങും ചാർട്ടിങ്ങും ലൊക്കേഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഇടുന്ന സമയത്തുള്ള ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഇതിലേക്ക് കയറിയാൽ നമ്മുടെ ഫ്രെയിമിൽ അതെല്ലാം ബാധിക്കും. സോ അത് ചിന്തിച്ചിട്ടേ ഇല്ല. അല്ല, എന്താ മങ്കി ബിസിനസ് എന്നുള്ള പേരിടാ കാരണം? അങ്ങനല്ല, അത് നമ്മൾ കുറേ പേര് തപ്പുമല്ലോ. അപ്പം മനുഷ്യൻ്റെ കുരങ്ങന്മാരിൽ നിന്നല്ലേ ഒരു ഇങ്ങനെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആവുമോ? സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് നോട്ട് എ മങ്കി ബിസിനസ്, ചെറിയ കാര്യമല്ല എന്ന് പറയുന്നൊരു അർത്ഥം അതിനുണ്ട്. അപ്പം ചുമ്മാ അങ്ങനെ പിന്നെ അങ്ങനെ ഇട്ടു. എല്ലാത്തിനും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ഇടയ്ക്ക് നമ്മുടെ തരുൺ ചേട്ടൻ പറയുന്ന സ്ലീപ്പർ സെൽ ഓഡിയൻസ് ആണ് തുടരുമിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പോൾ KCF 2 സീസൺ 2-ൻ്റെ ആസ് എ ഡയറക്ടർ ആസ് എൻ ആക്ടർ പറയുകയാണെങ്കിൽ ആരാണ് ടാർഗറ്റ് ഓഡിയൻസ്? ഇല്ല, നമ്മൾ അതായത് സീസൺ 1 അത്രയും ഹിറ്റ്, അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായി. അപ്പം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. ഈവൻ ആ പ്ലാറ്റ്ഫോമും പെട്ടെന്ന് തന്നെ ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഫിലിം ചെയ്യാതെ പെട്ടെന്ന് 2 ചെയ്യേണ്ടി വന്നത്. അപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സീസൺ കണ്ട ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ള സാധനത്തിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ആൾക്കാരിലേക്കും, അതായത് മലയാളം മാത്രമല്ല ഓൾ ഇന്ത്യ. ഇപ്പം നമുക്കിപ്പോൾ ഒരു പാതാളലോകം, ഡൽഹി ക്രൈമൊക്കെ ഇറങ്ങുമ്പം അവിടുത്തെ സാധനം നമ്മളിവിടെ ആഘോഷിക്കില്ല. അതുപോലെ നമ്മുടെ ഒരു സാധനം അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിൽ കൊണ്ടുപോകണമെന്നൊരാഗ്രഹമുണ്ട്, മലയാളികൾ കൂടാതെ. അപ്പോൾ ആ ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്നൊരു ഒറിജിനൽ സാധനം പോകണമെന്നുള്ള സംഭവം. അപ്പോൾ ഫസ്റ്റ് സീസൺ നമുക്ക് ഭയങ്കര പെട്ടെന്നായിരുന്നു, ഒരു ത്രെഡ് കിട്ടുന്നു. ആക്ച്വലി ഞങ്ങൾക്കൊരു 4 എപ്പിസോഡിൻ്റെ കണ്ടൻറ്റേ ഉള്ളായിരുന്നു. നമ്മളത് 6 വേണമെന്ന് പറഞ്ഞുകൊണ്ട് 6 ആക്കുന്നു. പിന്നെ സിംഗിൾ പ്ലോട്ടാണ്. പക്ഷെ നമ്മളപ്പോൾ ആലോചിച്ചത് സ്കെയിൽ, അതായത് പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ലതാക്കണം. അതായത് കാണുന്നവരൊരിക്കലും നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ വരുന്നതാണ്, എനിക്കറിയാം അതൊരു ഹിസ്റ്ററിയായി മാറും, അതുകൊണ്ട് കുളവാക്കല്. സോ മേക്കിങ്ങിൽ ബെറ്റർ ആക്കണമെന്നുള്ളൊരു അതായിരുന്നു മെയിൻ ഇത്. അപ്പോൾ സെക്കൻഡ് വന്നപ്പോൾ നമുക്ക് തന്നെ പ്രൊഡക്ഷൻ കിട്ടി. അപ്പോൾ നമ്മൾ സ്കെയിൽ കൂട്ടാം, എങ്ങനെയും ഒരു ഒറിജിനൽ കഥ. ഇപ്പം അതായത് എനിക്കറിയത്തില്ല, അതായത് പയ്യാണ്, സ്ലോ പോയിസൺ ആണെങ്കിലും അവിടെ എത്തുക, അതെന്നുള്ളൊരാഗ്രഹം ഭയങ്കരമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ എയിം വെച്ച് ചെയ്തതാണ്. സിനിമ പോലെ ഇത്രയും നേരത്തിനുള്ളിൽ നമ്മളൊരു ഇരുട്ടുള്ള അടഞ്ഞ മുറിയിൽ ഇരുത്തി അവരുടെ ഒരു ടൈം ബൈ ചെയ്തിട്ടല്ലല്ലോ. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടൊരു ടൈം കിട്ടുന്നപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു എപ്പിസോഡാണോ, നാളെ നിങ്ങൾ സെക്കൻഡ്. പക്ഷെ അവിടെ നിന്ന് നിങ്ങളെ ഗ്രോ ചെയ്യാനുള്ളൊരു എലമെന്റ് ഇട്ടിട്ടാണ് പോകുന്നത്, ഹുക്കിംഗ് എലമെന്റ് ഇട്ടിട്ടാണ്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ചും കൂടി ലെയറിങ് ഉള്ളത് കൊണ്ട് പ്ലോട്ട്സ് ഒരു സിംഗിൾ പ്ലോട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല.
അതുകൊണ്ട് തന്നെ ലാൽ സാർ പേഴ്സണലി എന്നോട്, ഞാൻ കുറച്ച് ദിവസം ഇതിലുള്ള, അപ്പോൾ ആ സമയത്ത് ലാൽ സാറിനോടെ കോമ്പിനേഷൻ ഉണ്ടായ സമയത്ത് സാറ് പറഞ്ഞു 2 ആക്ച്വലി സിനിമയായിട്ട് കാണാൻ ആക്കാവുന്ന സബ്ജക്റ്റാണ്. 1 സിനിമയാക്കാൻ പറ്റുന്നതല്ല, ഡെഫിനറ്റ്ലി അത് സിനിമയ്ക്കല്ല, സീരീസിനുള്ള സ്വഭാവം. 2 സിനിമയ്ക്കുള്ളതാണ് എന്നുള്ള ലാൽ സാറിനെ പോലൊരു ഡയറക്ടറി എന്ന് പറയുമ്പം അഹമ്മദ് ഉള്ളപ്പോഴല്ല പറഞ്ഞത്, ഞങ്ങളിരുന്നപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത മൂവിയുടെ കാര്യം പറഞ്ഞു നെക്സ്റ്റ്. അപ്പോൾ ഇതില്ലായിരുന്നെങ്കിൽ ഏത് സിനിമയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അർജുൻ ദാസിനെ വെച്ചൊരു മൂവി ഉണ്ടായിരുന്നു, അതായിരുന്നു ചെയ്യാനിരുന്നത്. ഓ ശരി ശരി. ടൈറ്റിൽ ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അത് വരുന്നുണ്ടോ? അതിൻ്റെ വർക്ക് ആക്ച്വലി ഞങ്ങൾ ഷൂട്ടൊക്കെ തുടങ്ങുന്നത്, പക്ഷേ ഇതിൻ്റെ റിലീസ് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷനും ഡയറക്ഷനും ഉള്ളതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ അതിൻ്റെ വർക്കും ഔട്ട് കൊടുക്കലെല്ലാം ഉള്ളതുകൊണ്ട് ഇതൊന്ന് കഴിഞ്ഞിട്ട് അതിലോട്ട് കയറാവുന്നതായിരുന്നു. അപ്പോൾ ഓരോ തവണ കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങേണ്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം അതിന് ജിയോ ആയിട്ട് മെർജിങ് വന്നു, അതിൻ്റെയൊക്കെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അത് മാറുന്നതനുസരിച്ച് ഈ പ്രൊജക്റ്റും ഡിലേ പോയി. അപ്പോൾ ഇനി അതിൻ്റെ വർക്കിലേക്ക് തുടങ്ങണം. KCF 2 ശരിക്കും ഇപ്പോൾ അനൗൺസ് ചെയ്താണെങ്കിൽ കുറേ പേര് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. എനിക്ക് കഴിഞ്ഞ വർഷം പൂജ കഴിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ഡിസ്കഷൻ ഉണ്ടായിരുന്നു KCF 2. അതുപോലെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് അടികപ്പേര് കൂട്ടമണി 2. അത് രൂപമൊക്കെ മാറിപ്പോയി. ഒരിക്കലും ആ രൂപത്തിലോട്ടൊന്നും ധ്യാനും ഞാനും എത്തില്ല എന്ന് പറയാൻ പറ്റില്ല. എത്തേണ്ട സാധ്യതകളൊന്നും കാണുന്നില്ല. സ്ക്രിപ്റ്റും ആസഫിനോ ഒന്നും കൺഫേം ആയിട്ടില്ല. പിന്നെ അതിനൊക്കെ ഉപരി ഡയറക്ടറും ഒക്കെ വേണമല്ലോ. എനിക്കങ്ങനെ ഭയങ്കര സെക്കൻഡ് പാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളല്ല. അത് കാര്യം അതിൻ്റെ റീസൺ പറഞ്ഞല്ല, അന്ന് നമ്മൾ അഭിനയിച്ചപ്പോൾ നമ്മളുടെ പരിമിതമായ കുറേ എറേഴ്സും കൂടെ ആ ക്യാരക്ടറിൻ്റെ ഭാഗമായി. ഓക്കെ. ചിലപ്പോൾ നമ്മളൊരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ എറേഴ്സ് തിരുത്തും. അപ്പോൾ അന്ന് ചെയ്ത ആക്ടിങ് അത് വരില്ല, അത് വേറെ ആളായി പോകും ചിലപ്പം. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര മെത്തേഡ് ആക്ടേഴ്സിന് മാത്രമേ സീക്വൻസുകൾ പുള്ള് ചെയ്യാൻ പറ്റുള്ളൂ. ജേക്കബിൻ്റെ സ്വർഗ്ഗ രാജ്യത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നപ്പോൾ മിക്കവാറും എല്ലാവരും പറഞ്ഞു അടുത്തൊരു ഡയറക്ടോറിയൽ ഡെബ്യൂവിന് ചാൻസ് ഉണ്ട്. ഇല്ല, കട്ടൺ റേറ്റ് ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100% ഇല്ല എന്ന് തന്നെ. ഫീൽഡ് ഔട്ടൊക്കെ ആവാൻ പോകുന്ന വഴി പിടിച്ചു വെക്കാൻ ഇനി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്ത് 1 വർഷം കൂടെ പിടിച്ചേക്കാക്കി ചിലപ്പോൾ ചെയ്യും. അല്ല, അന്ന് പിന്നെ എന്താ അസിസ്റ്റന്റ് ഡയറക്ഷനിലേക്ക് പെട്ടെന്ന് അത് ആഗ്രഹിച്ചതോടെ പോയപ്പോൾ മനസ്സിലായി അന്ന് എനിക്ക് പറ്റുന്നതല്ല. അത് ഒരു ഡയറക്ടറിൻ്റെ ക്ഷമ ഫസ്റ്റ് വേണ്ടത്, വിച്ച് എനിക്കുണ്ടായിരുന്നു. ഒരു 25 വയസ്സ് വരെയൊക്കെ നന്നായി ഉണ്ടായിരുന്നൊരു കാര്യം ഇനി നഷ്ടപ്പെട്ടു. അത് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഒരു ഡയറക്ടർക്ക് ഒരിക്കലും അത് പാടില്ല. ഏറ്റവും ക്ഷമ വേണ്ട. ധ്യാൻ ശ്രീനിവാസൻ ഇങ്ങനായി പോയത് ലവ് ആക്ഷൻ ഡയറക്റ്റ് ചെയ്തപ്പോഴാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ രസകരമായ ധ്യാനിലോട്ട്, പണ്ട് ആംഗ്രി യങ് മാൻ ആയിരുന്നു. അവൻ പറഞ്ഞ സത്യമാണ്. കുഞ്ഞരാമായണത്തിൽ അവൻ ലാലു ആക്കുന്നത് മുമ്പ് വരെ അവൻ ആംഗ്രി യങ് മാൻ ആയിരുന്നു. അപ്പോൾ ലവ് ആക്ഷൻ കൂടെ കഴിഞ്ഞോടെ നമ്മൾ അടിച്ച് പരത്തി ഒരാളുടെ ക്ഷമയെ പോളിഷ് ചെയ്ത് ആൾ തന്നെ മാറിപ്പോകും. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ട്രെയിനിൻ്റെ ഹൈറ്റ്സിൽ പോകുന്നൊരു ജോലിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ സംഭവം പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ സിനിമയാണെങ്കിൽ നമുക്കറിയാം ഒരു കൺസൈസ് 2.5 മണിക്കൂർ ഇതെന്നുള്ളത്. പക്ഷേ വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, നമുക്ക് ഇത്ര എപ്പിസോഡിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത്ര ലെങ്ത്തിലേക്ക് ആക്കേണ്ട ഒരു സാധനമാണിത്. അങ്ങനെ പേർപ്പസ്ഫുള്ളി ഇതിലെവിടെയെങ്കിലും ഒന്ന് വലിച്ചു കിട്ടുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കണ്ടന്റ് ചെറുതായതുകൊണ്ട് 6 എപ്പിസോഡ് 1/2 മണിക്കൂർ എന്നായിരുന്നു ആദ്യത്തെ അവർ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് പറഞ്ഞതുകൊണ്ട്. സെക്കൻഡ് സീസണിലും അതുപോലെ തന്നെ 6 എപ്പിസോഡ്സ് വേണം, 30 മിനിറ്റ്സ്. പക്ഷേ അങ്ങനെ മിനിറ്റിന് ഇപ്പം അതൊരു 25, ഇപ്പം നമ്മുടെ ഇപ്പോൾ സെക്കൻഡ് സീസൺ ഈ പറഞ്ഞ പോലെ 25 മിനിറ്റിൻ്റെ ഉണ്ട്, 22 മിനിറ്റിൻ്റെ എപ്പിസോഡുണ്ട്, അങ്ങനെ ഉണ്ട്. പല ഇതാണ്. നമുക്കിങ്ങനെ ഡ്യൂറേഷനിൽ പ്ലാറ്റ്ഫോം ഒന്നും പറഞ്ഞില്ല. പക്ഷെ നമുക്ക് ഒരിതുണ്ട്, 30 മിനിറ്റ് റേഞ്ചിൽ വേണം എന്നുള്ളൊരു സാധനം വെച്ചാൽ നമ്മൾ എഴുതിയത്. കൂടുതൽ പോകണ്ട എന്നുള്ള, കാരണം ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വരട്ടെ എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം പക്ഷേ മൊത്തത്തിൽ കാണുമ്പോൾ ഈ പറഞ്ഞ 2.5 മണിക്കൂർ ഒരു മൂവിയുടെ ടൈമേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അതിൽ നിൽക്കണമെന്നുള്ള ഇതുണ്ടായിരുന്നു. ടോട്ടൽ ടൈം അതിൽ നിൽക്കണമെന്നുണ്ടായിരുന്നു സിനിമയുടെ നമുക്ക്. അതായത് അവർ പ്ലാറ്റ്ഫോമായിട്ട് ഫസ്റ്റ് സീസണിൽ പറഞ്ഞായിരുന്നു, സെക്കൻഡ് സീസണിൽ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അതുപോലെയാണ് നോക്കിയതൊക്കെ, 1/2 മണിക്കൂർ വരെ മാക്സിമം മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ആസ് എ ഡയറക്ടർ അഹമ്മദ് കബീറിനെ എക്സൈറ്റ് ചെയ്യുന്നത് തിയേറ്ററിക്കൽ റിലീസാണോ അതോ OTT റിലീസാണോ? റിലീസസ് എക്സൈറ്റ്മെൻ്റ് ആണ്, പക്ഷേ തിയേറ്റർ റിലീസ് കണ്ടാണ് മൂവീസിലേക്ക് വന്നത്. സോ അതാണ് മെയിൻ ആഗ്രഹമെല്ലാം. തിയേറ്റർ പടങ്ങൾ തന്നെയാണ്. പക്ഷേ അതായത് ജൂൺ കഴിഞ്ഞപ്പം കോവിഡ് വന്നു, മധുരം സംഭവിച്ചു. പിന്നെ ആ സമയത്ത് ഇതുപോലെ ഫസ്റ്റ് വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യാനൊരു ഓഫർ കിട്ടുന്നു, ത്രില്ലർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തു. അത് ഹിറ്റായപ്പോൾ പെട്ടെന്ന് സീസൺ 2 ചെയ്യാൻ പറഞ്ഞു. മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല നടന്നത്. ഫസ്റ്റ് പടം മാത്രമേ പ്ലാൻ ചെയ്ത പോലെ നടന്നുള്ളൂ, ബാക്കി എല്ലാ ഫ്ലോയിൽ വന്നതാണ്. അപ്പം ഇനി ഈ സീസൺ 2 കഴിഞ്ഞാൽ എന്തായാലും തിയേറ്റർ പടം നിങ്ങൾ ചെയ്തിട്ടേ തിരിച്ചു വരച്ചു, ബാക്കി എന്തുള്ളൂ. അതെ അത്ര. ഓക്കെ, ഇത് ഫ്രാഞ്ചൈസ് ഒക്കെ പ്ലാൻ ഉണ്ടോ? ഇതൊരു
KCF. ഓൾറെഡി ഇപ്പം 2 സീസണായപ്പോൾ ആയി. ഇപ്പം തന്നെ അവർ 3യുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഓ അത് ശരി, ഓക്കെ. നമുക്ക് 3യുടെ കാര്യം അവർ ഇതിനു മുമ്പേ ചോദിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ പടം ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. ബാഹുലിനോട് പറഞ്ഞു 3 ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അവനും അറിയാം. നമ്മൾ 2 എഴുതി ഷൂട്ടിന് സമയത്തെ അവനിങ്ങനെ 3യുടെ ഐഡിയ അവനുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതൊന്നും പറയത്തില്ല, എഴുതിയിട്ടേ തരത്തുള്ളായിരിക്കും. അപ്പോൾ ആ സമയത്ത് ചോദിക്കാം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ KCF 2 1 സക്സസ് ആവട്ടെ, ബാക്കി അപ്കമിങ് എല്ലാം തന്നെ അടിപൊളിയാവട്ടെ, ഇത് ഫ്രാഞ്ചൈസ് ആയിട്ട് തന്നെ മാറട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു.